ഒരു മറ്റേ ഈ നീല ഇതിലൊക്കെ വെച്ചിട്ടാണ് ടൊമാറ്റോ പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉള്ള ടൈപ്പാണ് ബാർബിക്യൂ. അപ്പോൾ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്ത് ചെയ്ത് അത് എണ്ണയിലിട്ട് ഓർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് നായ്ക്കുട്ടി പബ്ലിക്കായിട്ട് അതിൻ്റെ ഒന്ന് നടത്തുന്നതാണ്. 2 നടത്തുന്ന ശ്രദ്ധിച്ചിട്ടില്ല. പറഞ്ഞ് ഒരു കുട്ടി നമ്മളെ മുന്നിൽ പോകുന്നുണ്ട്, നമുക്ക് ഓവർടേക്ക് ചെയ്യില്ല. യൂണിക്കോൺ ഹെൽമെറ്റാണല്ലോ. താങ്ക് യു. Our course is hot. ട്രിവസ്റ്റിൻ്റെ കുറേ അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക. നമ്പറിൽ എടുത്തിട്ട് ഇവിടേക്ക് വരുന്നതിന് മുമ്പേ TorontoRentals.com. എങ്ങനെ ഇവിടെ എത്തുമ്പോൾ എങ്ങനെ സംഗതി കണ്ടുപിടിക്കണം, ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. കാരണം ഇവിടെ വരുന്ന എല്ലാവരും ഫസ്റ്റ് പല ഇതും കാര്യങ്ങളും ഫേസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ നാളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ എവിടെയെങ്കിലും ഇങ്ങനെ പോയാലോ, ചിലപ്പോൾ ഒന്ന് പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ബീച്ചിലെ ഒരു വലിയ സാമ്പത്തിക പറ്റിക്കൽ നടന്നിട്ടുണ്ട്. ചെറിയ എമൗണ്ട് തന്നെ കേട്ടോ, വിശ്വാസവഞ്ചന ചെയ്തതാണ്. പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് വലിയ എമൗണ്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 5-10 അല്ല. അത്രത്തോളം വിശ്വാസ്യതയോടെ കൊടുക്കുന്നതാണ്. അതിലൊന്നും ആരെയും വിശ്വസിക്കാൻ ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. ഇത് കണ്ടില്ലേ, മുകളിലുണ്ട് അതിൻ്റെ ബോർഡ് ലോറൻസ് അവന്യൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ലോറൻസ്, ബസ്സൊക്കെ പോകുന്ന ഡയറക്ഷനാണ് ലോറൻസ് അവന്യൂ ഈസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നേരെ കാണുമ്പോൾ അങ്ങോട്ട് ഇതാക്കുന്നതാണ് ആ റോഡിൻ്റെ നെയിം. ഇങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ വിക്ടോറിയ പാർക്ക്. ഇപ്പോൾ ലോറൻസ് അവന്യൂ വിക്ടോറിയ പാർക്കിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ ഇൻ്റർസെക്ഷനാണിത്. ഇവിടെ ആ ബിൽഡിങ്ങിലൊരു സഫിയാത്ത എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ട്. മൂന്ന് മക്കളുണ്ട്. അവർ കോഴിക്കോട് ഓമശ്ശേരിയുള്ള ആളാണ്. അവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് ഇതായിപ്പോയി. ഈ ബിൽഡിങ്ങാണ് നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റിൽ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ബിൽഡിങ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന റോഡ് ടൗൺലി അവന്യൂ ആണ്. ഓരോന്നിങ്ങനെ സൈക്കിളോ അങ്ങനെ പഠിക്കാം നടക്കുന്നതിനേക്കാളും.
നടക്കുമ്പോഴും സൈക്കിളിൽ പോകുമ്പോഴും കുറേ സ്ഥലങ്ങളുണ്ട് കാറിൽ പോകുന്നതിനേക്കാളും. ഖലീസ് പറയണ്ടല്ലോ, നാള് അടുത്ത ഫാർമസി അവന്യൂ എത്തി. ഫാർമസി അവന്യൂ നമ്മൾ ഓഫീസിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പായിട്ട് ടച്ച് ചെയ്യുന്ന ഇതാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഈ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാർമസി അവന്യൂ എത്തുന്നാണ് പറയുന്നത്. അത് ലെഫ്റ്റ് റൈറ്റും അത് തന്നെയാണ്, പക്ഷേ ഒരു ദിക്കുമില്ലേ. ക്യാമറയിലൂടെ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ കൊട്ടിയൂർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റി ഷവർമ്മ. ടേസ്റ്റ് എനിക്കെല്ലാം കണക്കായിട്ട് തോന്നിയത്. നബീൽക്കുണ്ട്, നബീൽക്ക് 2-3 പ്രാവശ്യം കൂടെ വന്നിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഷവറിൽ ഓർമ്മിപ്പിക്കേണ്ട പൊന്നെ, ഷവറിൽ ഖത്തറിൽ ഞാൻ വാങ്ങിയ കാറ് ഷവറിലായിരുന്നു. വണ്ടിക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ചിലവാക്കണം. റീസെയിൽ വാല്യൂ തീരെയില്ല. ഷവറിലെ സോണിക് ആയിരുന്നു, ഒരു ബ്ലൂ കളർ, നല്ല രസമുള്ള കളറായിരുന്നു. രസം മാത്രം പോരല്ലോ. ഞാൻ ഇവിടുന്ന് കാർ എടുക്കാൻ വേണ്ടി, ഇങ്ങനെ ടൊയോട്ട കൊറോള എടുക്കാൻ വേണ്ടി പിന്നെ പോയപ്പോൾ ഇവിടെ എത്രയാണെന്നറിയാം, കൊറോളക്ക് $25,000 സംതിങ് ഡോളറാണ്. പറഞ്ഞ സെപ്റ്റംബറിലൊരു കാറ് വരുന്നത്. അതിന് പെട്ടെന്ന് അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ സെപ്റ്റംബറിൽ 6 മാസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. വലിയ ആവശ്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കാർ എടുത്തിട്ട്. വിൻ്റർ എങ്ങനെയാണെന്നുള്ള അറിയണം. ഊബർ ചെയ്യാം, സൈക്കിളിലൊക്കെ ഊബർ ഈറ്റ്സ് ഉണ്ട്, പക്ഷെ അത് പോയി നോക്കിയിട്ടില്ല. ഊബർ ഈറ്റ്സ് എല്ലാം ചെയ്യാൻ പറ്റിയത് ടൗണിലാണ്. അവിടേക്ക് സൈക്കിള് എന്താ പറയുക, ബസ്സിൽ വെച്ച് പോവാതെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. വെറുതെ ഒരു ബാക്കോട്ട് എടുത്തിട്ട് കാര്യമില്ല.